ഹായ് ടോൾ. ഇന്നേ ധനുമാസത്തിലെ തിരുവാതിരയാണേ. ഇന്നിവിടെ ഞങ്ങൾ തിരുവാതിര കളിക്കുന്നുണ്ട്. ഇത് കുന്നുമ്മയിലെ തിരുവിളങ്ങാട് ശ്രീ മഹാദേവൻ്റെ ക്ഷേത്രമാണ്. ഇവിടെയാണ് ഞങ്ങളിന്ന് തിരുവാതിര കളിക്കുന്നത്. ഞങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ തിരുവാതിരയ്ക്കായി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ തിരുവാതിരയെക്കുറിച്ച് കുറച്ച് ഐതിഹ്യങ്ങളുണ്ട്, അത് നമുക്ക് പങ്കിട്ടാലോ? തിരുവാതിര എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമേ. അതായത് ഹിന്ദു ആചാരപ്രകാരം മഹാദേവൻ്റെ തിരുനാളായിട്ടാണ് ധനുമാസത്തിലെ തിരുവാതിര കരുതപ്പെടുന്നത്. ദക്ഷ പ്രജാപതിയുടെ മകളാണ് സതീദേവി. പരമശിവൻ സതീദേവിയെ വിവാഹം ചെയ്തത് ദക്ഷന് ഇഷ്ടമായിരുന്നില്ല. ദക്ഷയാഗത്തിൽ എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ സതിയെയും ശിവനെയും മാത്രം ക്ഷണിച്ചില്ല. എന്നാൽ ശിവൻ തടഞ്ഞിട്ടും തൻ്റെ പിതാവ് നടത്തിയ യാഗത്തിൽ സതീദേവി പങ്കെടുത്തു. ദക്ഷൻ മകളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. അപമാനഭാരത്താൽ സതീദേവി ആ യാഗസ്ഥലത്ത് വെച്ച് തന്നെ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. സതീദേവിയുടെ ആത്മത്യാഗത്തിൽ ശേഷം പരമശിവൻ വളരെയധികം ദുഃഖിതനായിരുന്നു. കൂടാതെ അദ്ദേഹം ഘോരമായ തപസ്സിലും ഏർപ്പെട്ടു. പരമശിവനെ തന്നെ അടുത്ത ജന്മത്തിലും ഭർത്താവായി കിട്ടണമെന്ന ആഗ്രഹത്താൽ സതീദേവി ഹിമവാൻ എന്ന് വെച്ചാൽ പർവ്വതം, അതായത് ഹിമവാൻ്റെ പുത്രിയായ പാർവതിയായി ജനിച്ചു. പാർവതി ദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ തപസ് അനുഷ്ഠിച്ചു. ഭഗവാന്റെ തപസ് ഘോരമായിരുന്നു. ഈ സമയത്ത് താരകാസുരൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. അയാളുടെ ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാർ ശിവപുത്രന് മാത്രമേ താരകാസുരനെ വധിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി. ശിവൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ വേണ്ടി കാമദേവനെ അഭയം പ്രാപിച്ചു. കാമദേവൻ തൻ്റെ പുഷ്പബാണത്താൽ ശിവൻ്റെ തപസ്സിന് ഭംഗം വരുത്തി. ഇതിൽ കുപിതനായ പരമശിവൻ തൻ്റെ തൃക്കണ്ണുകൾ കൊണ്ട് കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു. ഇതിൽ ഭയങ്കരമായി സങ്കടപ്പെട്ട കാമദേവൻ്റെ ഭാര്യ രതിദേവി പാർവതി ദേവിയെ അഭയം പ്രാപിച്ചു. രതിദേവിയുടെ ഈ അഭ്യർത്ഥന പ്രകാരം പാർവതിയും മറ്റ് ദേവസ്ത്രീകളും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പരമശിവനെ പ്രാർത്ഥിച്ച് സംപ്രീതനായ പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചു. ഇതൊരു മകയിരം നാളിലാണ്. പാർവതിയിൽ അനിരുദ്ധനായ ശിവഭഗവാൻ പാർവതി ദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിൻ്റെ ആഹ്ലാദത്താൽ പാർവതി ദേവി സഖിമാരോടൊപ്പം വനത്തിൽ കളിച്ചും രസിച്ചും ഊഞ്ഞാലാടിയും പഴങ്ങൾ ഭക്ഷിച്ചും വെറ്റില മുറുക്കിയും നീരാടിയും ആനന്ദിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് തിരുവാതിര നമ്മൾ ആഘോഷിക്കുന്നത്. ഇതൊരു മറ്റൊരു ഐതിഹ്യമാണ്. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ സ്ത്രീകൾ കുടുംബ ഐശ്വര്യത്തിനും ദീർഘസുമംഗലിയായി ഇരിക്കുന്നതിന് വേണ്ടിയും സന്താനങ്ങളുടെ ശ്രേയസ്സിനും കന്യകമാർ നല്ല വിവാഹം ലഭിക്കുന്നതിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ തിരുവാതിര കളിക്കുന്നതിന് വേണ്ടി 3 ദിവസം വ്രതത്തിലായിരുന്നു. അതിലൊരു ദിവസം ഞങ്ങൾ ഒരിക്കലായിരുന്നു. പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റ് ചടങ്ങുകളും അനുഷ്ഠിക്കുന്നത്. വിവാഹിതർ ദീർഘമംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളി ലഭിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നു. കൂടാതെ ശിവപരമേശ്വരനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഒരൈതിഹ്യമുണ്ട്. ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് വിശ്വാസം. വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന
തിരുവാതിരയാണത്രേ പൂത്തിരുവാതിര എന്നറിയപ്പെടുന്നത്. മകയിരം, തിരുവാതിര എന്നീ 2 ദിനങ്ങളിലും വ്രതമാചരിക്കുന്നത് ഉത്തമമാണ്. മകയിരം നോയമ്പ് മക്കളുടെ അഭിവൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ്. മകയിരം നോയമ്പ് ഒരിക്കലോടുകൂടിയാണ് അനുഷ്ഠിക്കുന്നത്. ഒരിക്കൽ എന്നാൽ ഒരു നേരം മാത്രം അരിയാഹാരം. മകയിരം ദിനത്തിൽ എട്ടങ്ങാടി ചുട്ട് നിവേദിക്കണമെന്നാണ് ചിട്ട. അതിനായി കാച്ചിൽ, ചേന, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, ചെറുചേമ്പ്, വലിയ ചേമ്പ്, മധുരക്കിഴങ്ങ് എന്നീ 8 കിഴങ്ങുകളാണ് ചുട്ടെടുക്കുന്നത്. ഈ 8 കിഴങ്ങുകൾ ചുട്ടെടുത്തതും ശർക്കരപ്പാവ് കാച്ചിയ നാളികേരവും പഴവും വൻപയർ വേവിച്ചതും കരിമ്പും മറ്റും ചേർത്താണ് എട്ടങ്ങാടി വിഭവം തയ്യാറാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഗണപതി ഭഗവാനും ശിവനും പാർവതിക്കും നേദിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും ഭക്ഷിക്കാം. ഇനി നമുക്ക് തിരുവാതിര വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയാം. അതിനായി തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. ഗായത്രി മന്ത്രം ചൊല്ലുന്നതും നന്ന്. അതിനുശേഷം സ്ത്രീകൾ വാലിട്ട് കണ്ണെഴുതുകയും മഞ്ഞളും ചന്ദനവും ചേർത്ത് കുറി തൊടുകയും സീമന്തരേഖയിൽ പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട് സിന്ദൂരം അണിയുകയും ചെയ്യുന്നു. സിന്ദൂരം അണിയുമ്പോൾ ലളിതേ സുഭഗേ ദേവി സുഖസൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എന്ന മന്ത്രം ഉരുവിടുക. കൂടാതെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശിവഭഗവാന് കൂവളമല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ഭാര്യഭർത്ത ഐക്യം വർദ്ധിപ്പിക്കാൻ 108 തവണ ഓം ശിവശക്തി ഐക്യരൂപിണി നമ എന്ന് ജപിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ഉമാമഹേശ്വരനെ ഒന്നിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓം നമ ശിവായ ശിവായ നമ എന്ന് വ്രതാനുഷ്ഠാനത്തിലുടനീളം ജപിക്കുന്നതും അത്യുത്തമമാണ്. തിരുവാതിര രാത്രിയിലാണ് പാതിര പൂച്ചൂടൽ. സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളിച്ചതിനു ശേഷം പാതിര പൂച്ചൂടൽ ചടങ്ങുകൾ ആരംഭിക്കും. ചടങ്ങിൻ്റെ ആദ്യം ദശപുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ യാത്ര തിരിക്കുന്നു. ഇതിനായി ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നവരാണ് കത്തിച്ച നിലവിളക്ക്, ദശപുഷ്പങ്ങൾ, അഷ്ടമംഗല്യം, കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ പിടിക്കേണ്ടത്. മറ്റുള്ളവർ ഇവരെ അനുഗമിച്ചുകൊണ്ട് ഒന്നാകും മതിലകത്ത് ഒന്നല്ലോ പൂത്തുലഞ്ഞി എന്നു തുടങ്ങുന്ന പാട്ട് കൈകൊട്ടി ഉച്ചത്തിൽ പാടും. കൂടാതെ വ്രതദിനത്തിൽ ഭക്തിയോടുകൂടി ദശപുഷ്പം ചൂടണമെന്നാണ് ചിട്ട. ദശപുഷ്പം എന്നാൽ 10 പുഷ്പങ്ങൾ എന്നാണ്. അവ ഏതെല്ലാമാണെന്നും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് നോക്കാം. ദശപുഷ്പങ്ങളിൽ ആദ്യത്തേതാണ് കയ്യോന്നി. കയ്യോന്നി ശിവനാണ് ദേവൻ. ഇത് ചൂടുന്നതിലൂടെ പഞ്ചപാപങ്ങളും തീരുമെന്നാണത്രേ വിശ്വാസം. ഇനി രണ്ടാമത്തേതാണ് മുക്കുറ്റി. പാർവതി ദേവിയാണ് മുക്കുറ്റിയുടെ ദേവത. ഭക്തിയോടുകൂടി മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃഭാഗ്യവും പുത്രഭാഗ്യവും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി മൂന്നാമത്തേത് കൃഷ്ണകാന്തി. മഹാവിഷ്ണുവാണത്രേ ഇതിൻ്റെ ദേവൻ. ഇത് ചൂടുന്നതിലൂടെ വിഷ്ണു പ്രീതി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി നാലാമത്തെ ആളായ തിരുതാളി. ഇതിൽ കുടികൊള്ളുന്നത് മഹാലക്ഷ്മിയാണ്. ഇത് ചൂടുന്നതിലൂടെ ദേവീ പ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുമത്രേ. ദശപുഷ്പങ്ങളിൽ 5ാമത്തെ ആളാണ് കറുക. ആദിത്യനാണ് ദേവൻ. കറുക ചൂടിയാൽ ആദിയും വ്യാധികളും ഒഴിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തതായി പൂവാങ്കുരുന്നില. ബ്രഹ്മാവാണ് ദേവൻ. ദാരിദ്ര്യ ദുഃഖം തീരാനാണ് പൂവാങ്കുരുന്നില ചൂടുന്നതെന്ന് പറയപ്പെടുന്നു.
ദശപുഷ്പത്തിലെ 7ാമത്തെ ആളാണ് മുയൽ ചെവിയൻ, കാമൻ ദേവത. മാംഗല്യസിദ്ധിക്കാണ് മുയൽ ചെവിയനെ ചൂടാറുള്ളത്. അടുത്തതായി ഉഴിഞ്ഞ, ഇന്ദ്രാണിയാണ് ദേവത. അഭിഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാലുള്ള ഫലം. ഇനി അടുത്തത് ചെറുള, യമനാണ് ദേവൻ. ഇത് ചൂടുന്നതിലൂടെ ആയുസ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഇനി 10ാമത്തെ ആളാണ് നീലപ്പന, ഭൂമിദേവിയാണ് ഇതിൻ്റെ ദേവത. ഇത് ചൂടുന്നതിലൂടെ പാവങ്ങൾ അകന്നു പോകുമെന്നാണ് വിശ്വാസം. തിരുവാതിര കഴിഞ്ഞ് അരിഭക്ഷണം കഴിച്ചോ, ശിവക്ഷേത്ര ദർശനം നടത്തിയോ, തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാം. ഈ തിരുവാതിരയ്ക്ക് ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. അതായത് സ്വന്തം മക്കളുടെ കൂടെ തിരുവാതിര കളിക്കുക എന്നത് മഹാഭാഗ്യം തന്നെയാണ്. അങ്ങനെ ആ ഭാഗ്യം ലഭിച്ച അമ്മയും മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ശരിക്കും 4 ബാച്ചായിട്ടാണ് ഞങ്ങൾ തിരുവാതിര കളിച്ചത്. അതിൽ ഫസ്റ്റ് നമ്മുടെ അടുത്തുള്ളവർ തന്നെയായിരുന്നു. അവർ വളരെ ഭംഗിയായിട്ടാണ് അവർ തിരുവാതിര കളിച്ചത്. രണ്ടാമത് കളിച്ചത് ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ തിരുവാതിരയും വലിയ കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു. 3ാമത് കുട്ടികൾ, 4ാമതും നമ്മുടെ അടുത്തുള്ളവരായിരുന്നു. എല്ലാവരും തന്നെ നല്ല അടിപൊളിയായിട്ടാണ് തിരുവാതിര പഠിച്ച് കളിച്ചത്. ശരിക്കും ഞങ്ങൾക്ക് തിരുവാതിര കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. ഞങ്ങൾക്കെന്നും ഞങ്ങൾ തിരുവാതിര പഠിക്കാനായിട്ട് ഇതിന് പോകുമ്പോഴത്തേക്ക് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു രാത്രിയിലെ തിരുവാതിര. എല്ലാവർക്കും തന്നെ പനിയൊക്കെ ഉണ്ടായിരുന്നു. ഈ തണുപ്പായതുകൊണ്ട് രാത്രിയിൽ കളിക്കുമ്പം ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഭഗവാൻ മാറ്റി തന്ന് ആ സമയത്ത് തന്നെ ആർക്കും ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തിരുവാതിര കളിക്കാൻ പറ്റി. പിന്നെ തിരുവാതിര ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് കഞ്ഞിയും നല്ല രുചികരമായ കുഴയും മാങ്ങാച്ചാറും മുളക് കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും തന്നെ വ്രതത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഈ കിഴങ്ങുകളെല്ലാം കൂട്ടുള്ള നല്ല രുചികരമായ പുഴുക്കുണ്ടായിരുന്നു രാത്രിയിൽ. അതെല്ലാം കഴിച്ച് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഇനി ഒരു വർഷം കൂടി ഈ തിരുവാതിരയ്ക്ക് വേണ്ടി കാത്തിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. പെട്ടെന്ന് അടുത്ത വർഷം ആയാൽ മതി. ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ തിരുവാതിരയൊക്കെ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇനിയും നമ്മൾ കളിക്കും. ഇനിയും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കളിക്കും. എല്ലാവരും ഞങ്ങളുടെ തിരുവാതിര കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നിങ്ങളുടെ അമ്പലങ്ങളിലും ഇതുപോലെ തിരുവാതിരയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും പറയണം. പിന്നെ ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.